ഒരാൾക്ക് തൊഴിൽ കൊടുക്കുന്ന എന്തെങ്കിലും പദ്ധതി ആരംഭിച്ചിട്ടുണ്ടോ? മലമ്പുഴയിൽ ജനകീയ ഹോട്ടൽ പ്രവർത്തിക്കുന്നില്ലേ? ഈ വ്യവസായ സൗഹൃദം എന്നുള്ള പുതിയ സംരംഭങ്ങൾ നടപ്പിലാക്കുകയാണ്. ഇപ്പൊ എന്താണ് വ്യാവസായിക സംരംഭം ചോദിച്ചു. ജനകീയ ഹോട്ടൽ നടത്തുന്നുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ 76 കോടി രൂപ വികസനം, 3800 കോടി രൂപയുടെ വികസനം നടക്കുമ്പോഴാണ് കൊടുങ്കാറ്റിൽ ആന പാറിപ്പോയപ്പോഴാണ് കോണകം പാറിയ കഥ പറയുന്നവര്. ഈ രാജ്യത്ത് തന്നെ CPM എന്ന പാർട്ടി ഇല്ലാതിരിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പിന്നെ കോൺഗ്രസ്സുകാർ BJP-യിലോട്ട് അവിടെ ബംഗാളിലൊക്കെ പാർട്ടി ഓഫീസ് സഹിതമാണ് BJP-യിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. CPM-ന്റെ പാർട്ടി ഓഫീസ് സഹിതമാണ്. ഗ്രഹണി ആസ്മയൊക്കെ ഉള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകുന്നത്. കേരളത്തിൽ നടപ്പിലാക്കിയ കഴിഞ്ഞ 10 വർഷം നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനം ഞാൻ പറയാം. ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി നടപ്പിലാക്കിയത് ഇടതുപക്ഷമാണ്. ഗെയിൽ പൈപ്പിനെതിരെ ആരാ കൊടിപിടിച്ചത്? നിങ്ങൾ പറയൂ. ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിലെ അപമാനം. ഞാൻ ചോദ്യത്തിന് ആൻസർ പറയാം. എന്നോടാണ് ചോദിക്കുന്നതെങ്കിൽ ഞാൻ ചോദ്യത്തിന് ആൻസർ പറയാം. എന്നോടാണ് ചോദിക്കുന്നതെങ്കിൽ ഞാൻ ചോദ്യത്തിന് ആൻസർ പറയാം. അതിന്റെ ഇടയിൽ കയറി ഇടപെടരുത്. അല്ല, ജനാധിപത്യ സംവാദമാണല്ലോ. അതിന്റെ ഇടയിൽ കയറി നിങ്ങൾ ഇവിടെ ചോദ്യം ചോദിക്കണ്ടാന്ന്. മേൽപ്പാലങ്ങൾ പണിയുന്നതിന് വേണ്ടിയിട്ട് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരള, അതിന് കീഴിലാണ് ഈ മേൽപ്പാലങ്ങളുടെ പ്രവർത്തനം നടക്കുന്നത്. ഈ നടക്കാവ് മേൽപ്പാലത്തിൻ്റെ കരാറ് കേരള സർക്കാർ സ്ഥാപനമായ RBDCK അവർക്ക് പണം നൽകേണ്ടത് സംസ്ഥാന സർക്കാരാണ്. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? റെയിൽവേയുടെ ഭാഗമെന്ന് പറയുന്നത് ഏതാണ്ട് 300-400 മീറ്റർ നീളം ഈ പാലത്തിന് വരുന്നുണ്ടെങ്കിൽ റെയിൽവേയുടെ ഭാഗം എന്ന് പറയുന്നത് അതിനകത്തുള്ള 40-50 മീറ്റർ ഭാഗം മാത്രമാണ്. അതിനകത്തുള്ള 90% പണിയും പൂർത്തിയാക്കി കഴിഞ്ഞു. പക്ഷേ സംസ്ഥാന സർക്കാർ കൃത്യമായി പണം കൊടുക്കാത്തത് കൊണ്ടാണ് RBDCK-യുടെ ആളുകൾ ഒരു മിനിറ്റ് ചേട്ടാ ഒന്ന് അല്ല ഒരു മിനിറ്റ് കേൾക്കാനുള്ള ക്ഷമ കാണിക്കും. ഒന്ന് പറയുമ്പോ നിങ്ങൾ പറയുമ്പോ ഒക്കെ ജനാധിപത്യവും അത് തിരിച്ച് നമ്മൾ പറയുമ്പോ നമ്മുടെ ഇടയിൽ കൂടെ കയറിയിട്ട് അങ്ങനെ പറയുമ്പോ അത് ഈ അപ്പപ്പ തോന്നുമ്പോ നിങ്ങൾക്ക് തോന്നുമ്പോ ഈ ജനാധിപത്യം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ വലിയ ജനാധിപത്യം കാണിക്കാൻ അറിയാം എനിക്ക്. ഇവിടെ പറയാനുള്ളത് മുഴുവൻ പറഞ്ഞിട്ട് പോകാനാണല്ലോ നമ്മളിവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് മറ്റേ ഈ ഒച്ചയും വരട്ടലും കൊണ്ടൊന്നൊക്കെ കുഴപ്പമൊന്നുമില്ല. നല്ലോണം നമ്മൾ പേടിച്ചിട്ടുണ്ട്. പേടിച്ചുകൊണ്ട് തന്നെ ഉത്തരം പറയുന്നുണ്ട്. അപ്പോ ഈ RBDCK-ക്ക് നുണ പറയില്ലാട്ടെ. ഞാൻ ശരിക്കും പേടിച്ചിട്ടേ. ഞാൻ വേണമെങ്കിൽ കുറച്ചുകൂടെ പേടിക്കാം. നിങ്ങളുടെ ഒച്ചയിലെ കുറച്ചുകൂടെ വേണമെങ്കിൽ പേടിക്കാം. കോൺഗ്രസ് പാർട്ടിയുടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, BJP ഓഫീസിലല്ല, പാലക്കാട് ജില്ലാ കളക്ടറേറ്റിലൊരു യോഗം കൂടി ഉണ്ടായിരുന്നു കഴിഞ്ഞ നവംബർ മാസം 1-ാം തീയതി. അധിക മാസമൊന്നും ആയിട്ടില്ല. ആ കളക്ടറേറ്റിൽ രേഖകളൊക്കെ ഉണ്ട്, വേണമെങ്കിൽ വിളിച്ചു ചോദിച്ചാൽ അന്വേഷിച്ചറിയാം. നവംബർ മാസം 1-ാം തീയതി കളക്ടറേറ്റിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ ഈ കരാർ കമ്പനി പേപ്പറിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. എന്താ എഴുതി കൊടുത്ത്? RBDCK-ക്ക് പൈസ സംസ്ഥാന സർക്കാർ നൽകാത്തത് കൊണ്ടാണ്, ഈ പാലത്തിൻ്റെ പകുതി പണിയും ചെയ്യാത്തത് കൊണ്ട് ഞങ്ങളുടെ പണിക്കാർ പണി നിർത്തിപ്പോയി എന്നുള്ളത്. ഇത് ചെയ്യാതെ കേന്ദ്രം അനുവദിക്കാത്തത് കൊണ്ടാണെന്ന് പറയണമെങ്കിൽ ഈ നട്ടാ മുളയ്ക്കാത്ത നുണ പറഞ്ഞാൽ ഇത് വിശ്വസിക്കുന്ന അന്തം കമ്മികളൊന്നല്ല ഈ നാട്ടിലെ ജനങ്ങൾ. ഇവിടെ RBDCK-ക്ക് പണം നിങ്ങൾ കൊടുത്താൽ ഈ പണി പൂർത്തിയാവും. ഇനി ഇതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ RBDCK എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെ കീഴിലുള്ള കരാർ കമ്പനി അല്ല. ഈ സംസ്ഥാന സർക്കാർ കരാർ കൊടുത്തിട്ടുള്ള കരാർ കമ്പനിയാണ്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചർച്ചയിൽ തെളിയിച്ചോ. ഞാൻ ഇവിടെ തന്നെ നിൽക്കണ്ടല്ലോ. നിങ്ങൾ ഈ ചർച്ചയിൽ തെളിയിച്ചോ അതല്ല, RBDCK-ക്ക് സംസ്ഥാന സർക്കാർ കരാർ കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ ചർച്ചയിൽ തെളിയിച്ചോ. ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട്. പുലിയാണ് കേട്ടാ. പുലി എന്ന് പറഞ്ഞാൽ വെറും പുലിയല്ല, ഒരു സിംഹം. സംസ്ഥാന സർക്കാർ പൂർത്തിയാക്കിയതിന്റെ 95% പൂർത്തിയാക്കിയെന്നാണ് CPM-ന്റെ പ്രതിനിധി ഇവിടെ പറഞ്ഞത്. ഇതേ ചാനൽ ഇവിടെ ഉണ്ട്. ഇത് മാറ്റിയിട്ട് ഇവിടെ നിന്ന് ഇപ്പൊ ഞാൻ ഓപ്പൺ ചാലഞ്ചാണ് 95% പണി ഇവർ പൂർത്തിയാക്കിയിട്ടുള്ളത്
ഈ ചാനൽ വിഷ്വൽ എടുത്തപ്പോ നോക്കാം. ഇവരിത് പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ ഈ നാട്ടുകാർ മുഴുവൻ ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കും. ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കും. ഇത് ഇവര് പറഞ്ഞ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട പണി, സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട പണി 95% കഴിഞ്ഞതാണ്. പക്ഷെ ഇവര് കരാറേൽപ്പിച്ച കരാറ് കമ്പനി ജില്ലാ കളക്ടറുടെ മുമ്പിൽ എഴുതി ഒപ്പിട്ട് കൊടുത്തു. സംസ്ഥാന സർക്കാർ പൈസ ഞങ്ങൾക്ക് തരാനുള്ളത് തരാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഈ പണി നിർത്തിയിട്ട് പോണത്. അങ്ങനെയൊക്കെ വഴിയില്ലോ. ഇനി ഇവരൊറ്റ കാര്യം റെയിൽവേയുടെ ഭാഗം ചെയ്യാൻ റെയിൽവേക്ക് മാത്രമേ അധികാരമുള്ളൂ. കേരള സർക്കാരിന് അധികാരമില്ല. റെയിൽവേയുടെ പണി പൂർത്തീകരിച്ച് 3 മാസത്തിനകം ഈ നടക്കാവ് മേൽപ്പാലം പൂർത്തീകരണം നടത്തി സഖാവ് പിണറായി വിജയനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കും. റെയിൽവേയുടെ ഭാഗം പൂർത്തിയാക്കാൻ റെയിൽവേക്ക് മാത്രമേ അധികാരമുള്ളൂ എന്ന് പറഞ്ഞു. 100% സമ്മതിക്കുന്നു. അങ്ങനെയാണെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗം പൂർത്തീകരിക്കാൻ നരേന്ദ്രമോദി അവിടെ നിന്ന് ഇങ്ങോട്ട് വേണ്ട. ഇവര് പിന്നെന്താ ചെയ്യാത്ത? ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോ BJPയുടെ NDAയുടെ മുന്നണിയുടെ 14 ആളുകൾ 14 കോൺഗ്രസ്സുകാരായിരുന്നു എന്നറിയണം. ആ 14 ആളുകളിൽ 11 പേർ ഇന്ന് താമര അടയാളത്തിലാണ് കേരളത്തിൽ മത്സരിക്കുന്നത്. ഇവിടെ കോൺഗ്രസ്സുകാർ വന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ രാജ്യത്ത് തന്നെ CPM എന്ന പാർട്ടി ഇല്ലാതിരിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പിന്നെ കോൺഗ്രസ്സുകാർ BJPയിലോട്ട്, അവിടെ ബംഗാളിലൊക്കെ പാർട്ടി ഓഫീസ് സഹിതമാണ് BJPയിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. CPMന്റെ പാർട്ടി ഓഫീസ് സഹിതമാണ്. ഇനി രണ്ട് ഇവിടുത്തെ നഷ്ടപരിഹാരത്തെ കുറിച്ച് ചോദിച്ചു എന്ന് പറഞ്ഞു. അവരവർക്ക് അവകാശപ്പെട്ട നഷ്ടപരിഹാരം പോരാ എന്ന് പറഞ്ഞ് ചോദിക്കുന്നത് അതത്ര വലിയ തെറ്റല്ല. ഇവിടെ നഷ്ടപരിഹാരം പോരെങ്കിൽ ചോദിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പൊ അതിനകത്ത് അത് ആരുടെ ഔദാര്യമല്ല. പിണറായിയുടെ വീട്ടിൽ നിന്ന് കൊണ്ട് തരുന്ന പൈസയല്ല. പിണറായിയുടെ വീട്ടിൽ നിന്ന് കൊണ്ട് തരുന്ന പൈസയല്ല, സർക്കാരിന്റെ പൈസയാണ്. സർക്കാരിന്റെ പൈസയാണ്. അതുകൊണ്ട് ഇവിടെ നഷ്ടപരിഹാരം പരിഹാരം പോണ്ടെങ്കിൽ ചോദിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ പറഞ്ഞു കൊടുക്കണം. ഒരാൾക്ക് തൊഴിൽ കൊടുക്കുന്ന എന്തെങ്കിലും പദ്ധതി ആരംഭിച്ചിട്ടുണ്ടോ? മലമ്പുഴയിൽ ജനകീയ ഹോട്ടൽ പ്രവർത്തിക്കുന്നില്ലേ? ഈ വ്യവസായ സൗഹൃദം എന്നുള്ള പുതിയ സംരംഭങ്ങൾ നടപ്പിലാക്കുകയാണ്. സ്റ്റാർട്ടപ്പുകൾക്ക് ഈ കേരളത്തിൽ ഞാനൊന്ന് പറയട്ടെ നീ ഒന്നും പണയണ്ട. ഇപ്പൊ എന്താണ് വ്യാവസായിക സംരംഭം ചോദിച്ചു. ജനകീയ ഹോട്ടൽ നടത്തുന്നുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ 76 കോടി രൂപ വികസനം, 3800 കോടി രൂപയുടെ വികസനം നടക്കുമ്പോഴാണ് കൊടുങ്കാറ്റിൽ ആന പാറിപ്പോയപ്പോഴാണ് കോണകം പാറിയ കഥ പറയുന്നത് ഇവര്. കഴിഞ്ഞ 38 വർഷം അകത്തേത്രയിൽ ഇടതുപക്ഷം വികസനം നടപ്പിലാക്കിയിട്ടുണ്ട്. ആ വികസനത്തിലാണ് അകത്തേത്ര പഞ്ചായത്തിൽ ഇന്ന് കാണുന്ന വികസനം ഉണ്ടായത്. ഇനി ഇതിന്റെ എല്ലാ ക്രെഡിറ്റും ഏറ്റെടുക്കാൻ BJPക്കാരുണ്ടാവും, തർക്കമൊന്നുമില്ല. ഈ മലമ്പുഴ ഉദ്യാന നവീകരണത്തിന് വേണ്ടി 76 കോടി രൂപ കേന്ദ്ര ടൂറിസം വകുപ്പിൽ നിന്ന് ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി MP അനുവദിച്ചു. ഈ അനുവദിച്ച സമയത്ത് മലമ്പുഴ MLA പ്രഭാകരേട്ടൻ ചിരിച്ചു നിൽക്കുന്ന പടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഫോട്ടോ അടിച്ചൊരു ഫ്ലക്സ് വെച്ചു മലമ്പുഴ ഡാമിന്റെ ഫ്രണ്ടില്. ഈ മലമ്പുഴയ്ക്ക് വേണ്ടി 76 കോടി രൂപ അദ്ദേഹത്തിന്റെ ശ്രമഫലമായി അനുവദിച്ചു എന്ന് ഒരു വള്ളപ്പേപ്പറിൽ പോലും എഴുതി കൊടുക്കാതെ കേന്ദ്ര സർക്കാർ എഴുതി കൊടുത്ത പദ്ധതിയെ ഫ്ലക്സ് വെച്ചുകൊണ്ട് തന്റെയാണെന്ന് പറഞ്ഞു. പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അത് ശക്തമായി UDFന്റെ പ്രതിനിധികൾ വോട്ട് ചെയ്താൽ മാത്രമേ ഉള്ളൂ. ഷാഫി എപ്പോ എവിടെ നിന്നാലും ജയിക്കും. കേരളത്തിൽ എവിടെ നിന്നാലും ജയിക്കും. കറകളഞ്ഞ വ്യക്തിത്വമാണ്. ഷാഫിയെ കുറിച്ചൊക്കെ പറഞ്ഞു. ഷാഫിയുടെ അനുയായി എന്ന് പോലീസ് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. പ്രക്ഷോഭ് ആരുടെ കട്ടിലിന്റെ അടിയിലാണെന്നുള്ളത് ദൈവത്തിന് അറിയോ ഇല്ലയെന്ന് അറിയില്ല. ഇവരുടെ എല്ലാവർക്കും അറിയാം. ഇവരുടെ രാഹുലിനെ പറ്റിയൊക്കെ വലിയ പറഞ്ഞു. രാഹുലിനെ കിട്ടിയിട്ടുണ്ട്. ഇന്ന് ഇതേ ഷാഫി പറമ്പില പറഞ്ഞ് പാലക്കാട്ടുകാർക്ക് ഇനി തല ഉയർത്തി അഭിമാനത്തോടെ നടക്കാൻ, തലയും മുണ്ടിട്ട് നടക്കേണ്ട ഗതികേടാണ്. ഇന്ന് രാഹുൽ ചെയ്തു വെച്ചിട്ടുള്ള എന്തൊക്കെയാണെന്ന് ശിവരാജേട്ടന് വലിയ രീതിയിൽ രാഹുലിനെ ന്യായീകരിക്കാൻ പറ്റില്ല. കാരണം എന്താ അറിയോ, ഇവരുടെയൊക്കെ പല കഥകള് 1, 2, 3 വന്നിട്ട് പുറത്തു വരികയാണ്. ആദ്യം ഒരാളുടെ വന്നു, രണ്ടാമത്തെ ആളുടെ വന്നു, മൂന്നാമത്തെ ആളുടെ വന്നു. 2 ദിവസം മുമ്പ് പിഷാരുടെ കൂടെ പ്രചരണത്തിലായിരുന്നു. ഇതാ വന്നു പിഷാരുടെ കൂടെ പ്രചരണത്തിലുള്ള ആള്. ഇന്നിപ്പോ
എവിടെയാണെന്ന് പൊട്ടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. Okay. പൊട്ടി പോലും കാരണം എന്താണ്? ഇവരുടെ ഈ താഴെ തൊട്ട് മേലെ വരെ എല്ലാ ആൾക്കാരും കണക്കാൻ നിന്ന് Yes. ഇവരുടെ ആൾക്കാര് ഇവരുടെ എന്താ പറയുക പരിപാടി? ഐക്യ ബലാത്സംഗ മുന്നണിയാണ് ഇവരുടെ മുന്നണി. ഈശ്വര ഇവിടെ ആരുമില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. കാലത്തിന്റെ ഇടയിൽ ഒരു വർഗീയ ശക്തിയോടും ഒരു തീവ്രവാദി കക്ഷിയുടെയും വോട്ട് ഇടതുപക്ഷത്തിന് വേണ്ട. അത് എല്ലാ കാലത്തുള്ള നിലപാട്. അത് RSS ആയാലും ജമാഅത്തെ ഇസ്ലാമി ആയാലും SDP ആയാലും ഏത് തീവ്രവാദിയുടെയും വോട്ട് ഇടതുപക്ഷത്തിന് വേണ്ടതില്ല. അത് തന്നെയാണ് നിലപാട്. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ CPM വാങ്ങിയിട്ടില്ലെന്ന്. ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ സംസ്ഥാന സെക്രട്ടറി കഴിഞ്ഞ 2 മാസം മുമ്പ് പുറത്തോട്ടൊരു ചിത്രമുണ്ട്. CPM-ന്റെ 4-ൽ 3 MP-മാരും ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ വാങ്ങിയിട്ടാണ് വിജയിച്ചിട്ടുള്ളത് എന്നുള്ളത്. 2, പിണറായി വിജയൻ ഉൾപ്പെടെ പത്രസമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ജമാഅത്തെ ഇസ്ലാമിക്കാരെ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് എന്ന്. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ തൽക്കാലം ഇത്രയും മതി. വരട്ടെ.